ഇങ്ങനെ കറങ്ങി അങ്ങോട്ടൊരു പട്ടിയില്ല തെറിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്ത് ഞാൻ ചാടി കയറി. അപ്പൊ അടുക്കളക്കകത്ത് പുലിയ എന്നെ ഇങ്ങനെ വന്ന് ചേർത്ത് പിടിക്കുക. എന്നെ എന്നൊരു വിശ്വാസം ഉണ്ടായത് അത് ഓടി വന്ന് എന്നെ ചേർത്ത് പിടിച്ചത്. പെട്ടെന്ന് എന്റെ പെരക്കകത്ത് എന്തോ ഓടി കയറി വരുന്ന കണ്ടു. പകല് ഒരു 3:15 ആകുമ്പോ എനിക്ക് ഇവിടുന്ന് കുഞ്ഞിനെ നഴ്സറിയിൽ നിന്ന് വിളിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചാണ് ഞാൻ ഒരു 3 മണിയായപ്പോൾ പട്ടി പെരക്കകത്ത് കിടക്കുന്ന സമയമാണ്. ഞാൻ കതക് തുറന്നു. വെളിയിലൊക്കെ ഇറങ്ങി കുറച്ചു നേരമൊക്കെ നിന്നിട്ട് എപ്പോഴും കുഞ്ഞ് പുറത്ത് നിൽക്കുന്ന ഇളയ കുഞ്ഞ് 2 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞ് എപ്പോഴും പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയ പുറകെ എൻ്റെ പുറകെ കയറി വന്നു. കുറേ നേരം അവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് മാറിയ സമയമായതേ ഉള്ളൂ. അന്നേരം പട്ടി കരയുന്ന കേട്ട് ഞാൻ ഓടി ഇറങ്ങി ഇവിടെ നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് പെരക്കകത്തു നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിന്നപ്പോൾ പട്ടി ഓടി വന്ന് എന്നെ കയറി പിടിച്ചു. അന്നേരം പെട്ടെന്ന് എന്തോ ഒരു മിന്നായം പോലെ അങ്ങോട്ട് പോയി. ഞാൻ അന്നേരം പെട്ടെന്ന് പട്ടിയെ എടുത്ത് പെരക്കകത്തോട്ടിട്ട് ഞാൻ കതകടച്ച് ബഹളം വെച്ചു. പട്ടിയെ കിട്ടാത്തതിന്റെ ഇതില് ഇവിടെ വന്ന് മാന്തി പറിച്ചിട്ടാണ് പോയത്. ഞങ്ങളുടെ തറയിലൊക്കെ പാടുണ്ട്. ഇപ്പൊ ആളും പേരും ഒക്കെ വന്ന് ഇതുകൊണ്ട് പോയതാണ്. ഫോറസ്റ്റ് ഏരിയ കൺഫേം ആക്കിയത്. അതിന് മുന്നേ അടുത്തൊരു ചേട്ടന്റെ കൂട്ടുകാരനുണ്ട്. അവരുടെ കുഞ്ഞും എന്റെ കുഞ്ഞും ഒരുമിച്ചാണ് അംഗനവാടി പോകുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുന്നു. ഇന്നലെ ഞാൻ വിളിക്കാൻ പോകാനും താമസിച്ചു. ഞാൻ 4 മണിയായി ഇവിടുന്ന് സംഭവം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ഒരു ആന്റി ചോദിച്ചു എന്തോ ഭയന്ന് പോകുന്നേന്ന്. ഞാൻ പറഞ്ഞു ചേച്ചി എന്തുവാന്ന് അറിയത്തില്ല, പെട്ടെന്ന് എന്റെ പെരക്കകത്ത് എന്തോ ഓടി കയറി വരുന്ന കണ്ടു. പകല് 3:15 കണ്ടു. മിന്നായം പോലെ കണ്ടുള്ളൂ. നമ്മള് വിശദമായിട്ട് നോക്കാൻ നിൽക്കുന്നില്ലല്ലോ. നമ്മള് നമ്മുടെ ജീവനെ ഭയന്നു ആ കുഞ്ഞിനെയും ഇതുങ്ങളെയൊക്കെ നോക്കണ്ടായി. അങ്ങനെ ഞാൻ ഓടിക്കേറി വന്ന് കതകടച്ച് പട്ടിയെ എങ്ങാത്താക്കി. എന്താ അത് എന്നെ എന്നൊരു വിശ്വാസം ഉണ്ടായത് അത് ഓടി വന്ന് എന്നെ ചേർത്ത് പിടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ജീവനാക്കിയിട്ട് ഞാൻ ആ പെരക്കകത്ത് ചെന്ന് ബഹളം വെച്ച് കതകടച്ച് പേടിച്ചില്ല. അന്നേരം ഞാൻ ബഹളം വെച്ച് ഓടിക്കുമായിരുന്നു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി അടുത്ത് അറിയാവുന്ന ഒരു ചേച്ചി ചോദിച്ചപ്പോ പിന്നെ ഏട്ടന്റെ കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ട്. ആ കൂട്ടുകാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നാ എനിക്ക് തന്നെ വീട്ടിലോട്ട് പോകാൻ ഒരു പേടി, വീട്ടിനകത്ത് എന്തോ കേറിയിട്ടുണ്ട്, മാന്തി പറിച്ച് പാടൊക്കെ ഉണ്ട്, ഞാൻ വിശദമായിട്ട് കണ്ടില്ല, എനിക്ക് എന്തായാലും സംശയം ഉണ്ട്, അണ്ണൻ വന്ന് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അണ്ണൻ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു നിന്റെ പട്ടി ഇപ്പൊ പുലിയുടെ വായായിരുന്നു. ഞാൻ പറഞ്ഞു അല്ല അണ്ണ തമാശ പറയലേന്ന്. അന്നേരം പറഞ്ഞു ഇല്ല വെച്ചാൽ സീരിയസ് ആയിട്ട് പറഞ്ഞു പുലി കണ്ട കാൽപ്പാടം കണ്ട അറിഞ്ഞുകൂടായോ. വേറെ എന്തിനോ ഓടിച്ചോണ്ട് വന്ന വഴിക്കാണ് ഇതിനെ കാണുന്നത്. ഇതിനെ പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇവളാ മുന്നേ ഓടി വന്നത്. ആ വന്ന വരവ് ഓടി കറങ്ങി വഴിക്കാണ് അങ്ങോട്ട് തെറ്റിയത്. ആ തെറ്റിക്കഴിഞ്ഞാ പിന്നെ കയറി വരുന്നത്. സാധാരണ എപ്പോഴും ആ ഒരു സമയം കുഞ്ഞ് എന്റെ കയ്യിൽ ഉണ്ടാവുന്നതാ. പോവാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടാവുന്നതാ. ഇതെന്തോ അല്ല, കുഞ്ഞ് എന്റെ കൂടെ പെരക്കകത്തോട്ട് കയറി വന്നിട്ട് കുഞ്ഞും പേടിച്ചു പോയി. കുഞ്ഞു പക്ഷെ കണ്ടില്ല. കുഞ്ഞ് പേടിച്ചു പോയി. ബഹളം കേട്ടു. ഇത് കരയുന്ന ചീറ്റുന്നൊക്കെ ബഹളം കേട്ടപ്പോഴത്തേക്കിന് കുഞ്ഞ് പേടിച്ചു പോയി. ഞാൻ എന്തുവാന്ന് അറിയാനെ കൊണ്ട് ഞാൻ ഓടി ഇറങ്ങി ഇവിടെ നിന്നത് ഇതും ഇവളൂടി വരുന്ന ഞാൻ കണ്ട. ഞാൻ പെട്ടെന്ന് ആ പെരക്കകത്ത് കയറി. എന്തോ ധൈര്യം. ഇപ്പൊ ഇന്നലെ ഞാൻ ഉറങ്ങിയ പോലും ഇല്ല. എനിക്ക് ആ കണ്ണടയ്ക്കുമ്പോ ആ രൂപമായിരുന്നു. എന്നെ ഇങ്ങനെ വന്ന് ചേർത്ത് പിടിക്കുകയായിരുന്നു 2 കൈയും കൊണ്ട്. ഞാൻ ആ ഒരു ഗ്യാപ്പിൽ പട്ടിയെടുത്ത് അകത്തോട്ട് ഇങ്ങനെ കറങ്ങിയ ഈ ഭാഗത്ത് ഇങ്ങനെ കറങ്ങി അങ്ങോട്ടൊരു പട്ടിയില്ല തെറിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്ത് ഞാൻ ചാടി കയറി. എനിക്ക് മനസ്സിനകത്ത് പേടിയുണ്ട്. കാരണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ശ്രദ്ധയുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ മുറ്റത്തിരുന്നാൽ തന്നെ എനിക്ക് നല്ല ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ആ ഒരു മനോബലം കൊണ്ട് ഞാൻ അവിടെ തൊട്ടടി വശത്ത് വരെ ആന വരുന്നത് കൊണ്ടാണ് ഞാൻ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് എന്നാ കുഞ്ഞിനെ വിടാനും പോരാനും ഉള്ള സൗകര്യം കൊണ്ട് ഇങ്ങോട്ട് മാറി. അടുക്കളക്കകത്ത് പുലിയ അതുകൊണ്ട് ഇവിടെ ആയിരുന്നു. അത് മാന്തി ഇവിടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കതവിൽ അടിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തില്ല. അതിന് മുന്നേ ഞാൻ കിടന്ന് ബഹളം വെച്ച് കതവിലടിച്ച്. അത് വന്ന് കറങ്ങി തിരിഞ്ഞ പാടായിരുന്നു. ഇവിടെ എല്ലാം പാടായിരുന്നു. ഇതിപ്പോ എല്ലാരും കേറി ഇറങ്ങിയൊക്കെ പോയതാ. കൊറേ നേരം ഞാൻ അനങ്ങാൻ നിന്നു. എന്നിട്ട് ഇവിടെ അനക്കമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എപ്പോഴും വീടുമായിട്ട് നല്ല ബന്ധമാണ്. സാധാരണ അങ്ങോട്ടാണ് ഓടുന്നത്. ഇത് ഇപ്പൊ പേടിച്ചത് കൊണ്ട് എന്നെന്നൊരു വിശ്വാസത്തിലകത്ത് ഓടി വന്നത്. പേടിച്ച് അന്നേരം മുതൽ പേടിയാണ് അവർക്ക്. മുറ്റത്ത് നിൽക്കുമായിരുന്നു. എന്റെ കൂടെ മുറ്റത്ത് നിൽക്കുമായിരുന്നു. ഇവള് ഈ ഇവിടം വിട്ട് അങ്ങും പോകത്തില്ല. സാധാരണ ഞാൻ ഫ്രണ്ടിൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ കാർ കിടക്കുന്ന അവിടെ പോയി നോക്കിയിരിക്കും. അതല്ലാതെ ഇല്ല.
രാത്രിയിലോ സന്ധ്യക്കൊക്കെ ആണെങ്കിൽ ഒക്കെ അങ്ങനെ വന്നാന്ന് പറയും. ഇത് ഇത് പകലൊക്കെ എന്ന് നട്ട പറയുമ്പോൾ പകലാന്ന് പറഞ്ഞു. പേര് വന്ന് കണ്ടിട്ട് പറഞ്ഞ് അതാന്ന് തന്നെ ഉറപ്പിച്ചു. കിട്ടാ പിന്നെ വൈകിട്ട് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. പട്ടിയെ കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു.